Hello everybody. Today my narration will be on Malayalam, not in English. നമ്മളിന്ന് പിന്നെയും അട്ടപ്പാടിക്ക് വന്നേക്കുവാണ്. അട്ടപ്പാടി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റിമോട്ടായിട്ടുള്ള പുലിയറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ എൻ്റെ അമ്മയുടെ ഫാമിലിയൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇതിപ്പോൾ അട്ടപ്പാടിയിലെ തന്നെ വളരെ റിമോട്ടായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് മാറി. ഇത് 4:30 ഗൂളിക്കടവിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ലാസ്റ്റ് ബസ്സാണ്. ഈ ബസ് കുറവമ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ മാത്രമേ പോകത്തുള്ളൂ. അതിപ്പോൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഇനി ഒത്തിരി ദൂരം പോകാനുണ്ട്. ഇവിടെ നിന്ന് എന്തായാലും ഇനി നടക്കേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോഴാണ് ഈ ചേട്ടൻ, പുലിയറ തന്നെയുള്ളൊരു ചേട്ടനാണ്, മധു എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഞാൻ മുമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ പുള്ളി പോകുന്നിടം വരെയുള്ള സ്ഥലത്തേക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇവിടെ വരെ പുള്ളി ഉള്ളൂ. ആ ചേട്ടൻ്റെ പറമ്പ് അക്കരയുണ്ട്. പുള്ളി പണിക്കാരൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. എന്നോട് പറഞ്ഞു പകുതി ദൂരം ഞാൻ ഉണ്ടല്ലോ അവിടെ വരെ വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ കയറ്റി വണ്ടിയിലോട്ട് വിട്ടതാണ്. പിന്നെ വണ്ടി കയറുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ്റെ മുഖമൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നാട്ടിലുള്ളവരുടെ ആണെങ്കിലും വീട്ടിലുള്ളവരുടെ ആണെങ്കിലും പലരുടെയും ഫേസ് നമ്മൾ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ എൽഡേഴ്സാണ്. ഇത് കൂടാതെ അവരുടെ പ്രൈവസി നമ്മൾ കുറച്ച് മാനിക്കണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. പിന്നെ അത് കൂടാതെ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യും. അതായത് മറ്റുള്ളവരുടെ മുന്നേ കൂടെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറില്ല വീഡിയോയിൽ. പക്ഷെ അവർ എടുത്തോളം പറയുവാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായും ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിന്ന് ഇച്ചിരി ദൂരം നടക്കാനുണ്ട്. കാടിലെല്ലാം ഇങ്ങനെ നല്ല സുന്ദരമായിട്ടുള്ള കാറ്റുചെടികൾ വളർന്ന് നടപ്പുണ്ട്. പിന്നെ ഈ സ്ഥലത്തിനെ പറ്റി മോസ്റ്റ്ലി കുറേ പരിസ്ഥിതി പ്രവർത്തകരും പിന്നെ ഫോറസ്റ്റ് ആക്ടിവിസ്റ്റ് പിന്നെ കുറച്ച് സോഷ്യൽ ആക്ടിവിസ്റ്റുകളൊക്കെ പറഞ്ഞ് പലരും, അതായത് ആ ഒരു സർക്കിളിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംവദിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ലൈക്ക് എനിക്ക് ഈ സ്ഥലത്തെപ്പറ്റി മുന്നേ അറിയാം, കാരണം എൻ്റെ അമ്മ വീട് ഇവിടെയാണ്. അതായത് എൻ്റെ അമ്മയുടെ ഫാമിലി ഇടുക്കി കോട്ടയം ആ ഒരു റീജിയണിലായിരുന്നു. അവരിങ്ങോട്ടും കുടിയേറി താമസിച്ചു. വളരെ പണ്ടേ കുടിയേറി താമസിച്ചാണ്. പക്ഷേ അമ്മയൊക്കെ ഉണ്ടായ ശേഷമാണ് അവരിങ്ങോട്ട് കുടിയേറി താമസിച്ചത്. ആക്ച്വലി നമ്മൾ നടന്ന് പുലിയറ എത്തിയേ. പുലിയറയുടെ അതിർത്തിയാണിത്. ഇവിടെ പണ്ടൊരു മരപ്പാലമായിരുന്നു. അതായത് മരത്തടികൾ കൂട്ടിയിട്ട് നിരത്തി വെച്ചൊരു പാലമായിരുന്നു. കുറച്ച് കാലം, അതായത് ഒരു 10-15 വർഷമായിട്ടുള്ളൂ ഇത് ഒരു കോൺക്രീറ്റ് പാലം ആക്കിയിട്ടാണ്. ആക്ച്വലി നമ്മൾ പുലിയറ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇനിയും നടക്കാനുണ്ട് മാമൻ്റെ വീട്ടിലോട്ട്. നമ്മൾ പറഞ്ഞു തന്നതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആദ്യം മുതലേ അറിയാമായിരുന്നു. പക്ഷേ പലരും പല സർക്കിളിൽ കൂടെയും കേട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പങ്കെടുത്തൊരു സെമിനാറിൽ അവിടെ ഉള്ളൊരു പരിസ്ഥിതി പ്രവർത്തനം വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുലിയറയിൽ ഇങ്ങനത്തെ ടൈപ്പ് സ്പീഷീസ് ഒക്കെ കാണുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പുലിയറ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ കോൺവെർസേഷൻ അങ്ങ് നീണ്ടുപോയി. ഇത് ഞാൻ 8ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ നടന്ന കേട്ടോ. പിന്നെ കൂടുതൽ അറിയാനായിട്ട് പറയുവാണ്, ഇത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന് പറഞ്ഞ ഒരു റീജിയണിൽ, ഒരു മൗണ്ടനസ് റീജിയനാണ്. അവിടെ തന്നെയുള്ളൊരു വില്ലേജാണ് പുലിയറ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അട്ടപ്പാടി ഗൂളിക്കടവെന്ന് വലത്തോട്ട് താഴോട്ടൊരു വഴിയുണ്ട്. അതിൽ കൂടെയാണ് ഇങ്ങോട്ട് വരേണ്ടത്. നേരെ ഇങ്ങോട്ട് വരും. ആ വഴി നേരെ എത്തുന്ന പുലിയറയിലോട്ടാണ്. പക്ഷെ കുറേ വില്ലേജസ് ഇടയിലുണ്ട്. ഇതിവിടുത്തെ SNDPയുടെ അമ്പലമാണ്. പണ്ട് മുതലേ ഉള്ള അമ്പലമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ആളുകളൊക്കെ കുറഞ്ഞു വരുന്നത് കാരണം അമ്പലത്തിലായാലും പള്ളിയിലായാലും അറ്റൻഡൻസൊക്കെ വളരെ കുറവായിരിക്കും. ഞാനിപ്പോൾ എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീറ്റൂർ ഒരു ഡാം പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതായത് അട്ടപ്പാടിയിലൊരു ചീറ്റൂരുണ്ട്, അവിടെ ഒരു ഡാം പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ പണ്ട് സർക്കാർ ഏറ്റെടുത്ത് പോയിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം വന്നതുമില്ല എന്ന് മാത്രമല്ല, ഈ ഒരു വഴിയിലെ വലിയൊരു വിഭാഗം ആൾക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പാർട്ട്, നമ്മളിപ്പോൾ കണ്ട ഈ പാർട്ട് മാത്രം ആ ഒരു മേജർ ഏരിയ നിന്നും കട്ട് ഓഫ് ആയിപ്പോയി. ഒട്ടും ആൾക്കാരില്ലാതെ കട്ട് ഓഫ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ആശാങ്കട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പുലിയറ തന്നെ ഉള്ളത്. ഇത് നമുക്ക് പോകേണ്ട വഴിയല്ല. അത് ഞാൻ കാണിച്ചു തരാം. താഴെ ഒരു വെള്ളച്ചാട്ടം, പിന്നെ ഈ ശിരുവാണിപ്പുഴയും തുമ്പപ്പാറത്തോടും ചേരുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഇത് തുമ്പപ്പാറത്തോടാണ്. ഇത് അവിടുന്ന് പുലിയറേൻ്റെ പുറകിൽ തുമ്പപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് തുടങ്ങുന്ന തോട.
അത് ഈ ഭാഗത്ത് വന്നാണ് ശിരുവാണിപ്പുഴയിലോട്ട് ചേരുന്നത്. ഇത് ചേരുന്ന ഭാഗമല്ല, അത് കുറച്ച് താഴെയാണ്. അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനത് കാണിക്കാറ്. ഇത് ഇവിടെ വെള്ളച്ചാട്ടമായിട്ടാണ് താഴോട്ട് പോകുന്നത്. ഈ ഭാഗത്തോട്ട് ഞാൻ ആകപ്പാടെ ഒരു തവണ കാണിക്കുള്ളൂ. പിന്നെ ഈ തോട് കടന്ന് അപ്പുറത്തോട്ട് വീടുകളൊക്കെ കുറവാണ്. ഐ തിങ്ക് ഒരു വീടോ മറ്റേ ഉള്ളൂ. ഈ വീടല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു വീടാണ്, ഒരു പ്ലാന്റേഷൻ്റെ നടുക്കൊരു വീട്, അങ്ങനെ എന്തൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അത് കാരണം ഇതിന് അപ്പുറത്തോട്ട് റോഡായിട്ടില്ല, പക്ഷെ വഴിയുണ്ട്. ഈ താഴെ ഈ എതിർവശം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ശിരുവാണിപ്പുഴ, അത് ശിരുവാണി റേഞ്ചസിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പുലിയറ വില്ലേജിലോട്ടാണ്, അതായത് പുലിയറ വില്ലേജിലോട്ട് കയറുമ്പോഴാണ് ഇതിൻ്റെ ആദ്യമായിട്ട് ഈ റിവർ ഒരു ഹ്യൂമൻ സെറ്റിൽമെൻറ്റിൽ ടച്ച് ചെയ്യുന്നത്. ഇത് തുമ്പപ്പാറ തോട്ടിൽ തന്നെയുള്ള വെള്ളച്ചാട്ടം. ഈ തോട്ട് ഒരു ഭയങ്കര വൈൽഡായിട്ടുള്ളൊരു തോടാണ്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ചളിയൊന്നും ഉണ്ടാവില്ല, ലൈക്ക് പാറക്കെട്ടുകൾക്കിടയിൽ കൂടിയിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ പല പല ഏരിയയിൽ വെള്ളച്ചാട്ടമുണ്ട്. ഇത് ശിരുവാണിപ്പുഴയാണ് പ്രോപ്പർ. ഇതിൻ്റെ അരികിലൊക്കെ എസ്റ്റേറ്റും പറമ്പൊക്കെ ഉണ്ട്. പലതും പലർക്കും വിറ്റുപോയി. ഇവിടുത്തെ ആൾക്കാർ കുറഞ്ഞു വരുവാണല്ലോ. പലരും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പലരും പുറത്ത് വീട് വെച്ചിട്ട് ഇടയ്ക്ക് വന്ന് നോക്കി പോകുന്നവരുണ്ട്. പിന്നെ പലരും അവരുടെ സ്വന്തമായിട്ടുള്ള സ്ഥലം ദൂരെ, അതായത് തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ആൾക്കാർക്ക് വിറ്റ് ഇവിടെ ലോക്കൽ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നൊരു ഏരിയ. തൽക്കാലം ഇപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. കാരണം ഞാൻ വന്ന ബസ് 4:30 അവിടെ നിന്ന് എടുത്തായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നിയർലി 5:30 പിന്നെ അവിടെ നിന്ന് പിന്നെ നടന്നു വന്ന സമയം കുറേ പോയി. നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ച് കയറി പോവുക. ആശാങ്കടയിൽ ഇപ്പോൾ റോഡിൻ്റെ സൈഡ് തന്നെ ഒരു 3-4 വീടുണ്ട്. പിന്നെ മേളിലോട്ട് കയറുമ്പോൾ എത്ര വീടൊന്നും ഉണ്ടെന്ന് അറിയത്തില്ല, കാരണം ഞാൻ അത്രയും ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല. ഞാൻ വെക്കേഷന് മാത്രം ഇങ്ങോട്ട് വരുന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പോഴും വെക്കേഷന് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ചില ചടങ്ങ്, ആണ്ട്, ഇതിനൊക്കെ വരാറുണ്ട്. ഇത് ഈ പുലിയറ റോഡ് പണിത ഫലകമാണ്. MLA ഫണ്ട് യൂസ് ചെയ്താൽ അത് പണിതേക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ പണിതിട്ടുള്ളൂ, ബാക്കിയുള്ള ഭാഗമെല്ലാം പഴയതുപോലെ തന്നെ കിടക്കുക. നല്ല മഴക്കാറുണ്ട്, എപ്പോൾ മഴ പെയ്യുമെന്നറിയില്ല. പിന്നെ ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നോർമലി നമ്മുടെ കേരളത്തിലുള്ള കുടിയേറ്റ ഗ്രാമങ്ങളിലുള്ള സ്പൈസ് ആൻഡ് റിലേറ്റഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആണ്. ഇത് ആ തുമ്പപ്പാറ തോട്ടിലോട്ട് ചേരുന്നൊരു ചെറിയൊരു തോടാണ്. അതിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ആളുകൾ. അതായത് കാപ്പി, കുരുമുളക്, പിന്നെ ഏലം, അടയ്ക്ക, പിന്നെ കുറച്ച് പേർക്ക് റബ്ബറും ഉണ്ട്. പിന്നെ തെങ്ങിൻ തോപ്പൊക്കെ ഉണ്ടായിരുന്നു പലർക്കും, പക്ഷേ ആനശല്യം കൂടിയപ്പോൾ പലരും തെങ്ങിൻ തോപ്പൊക്കെ കളഞ്ഞു. ഇവിടെ ആളുകൾ കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങൾ ഇവിടെ പൂട്ടിപ്പോയി. അംഗൻവാടി ഉണ്ടായിരുന്നു, അംഗൻവാടി ഇപ്പോഴും ഉണ്ട്, പക്ഷേ അത് സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയല്ല ഇപ്പോൾ. ഇതാണ് ഇവിടുത്തെ അംഗൻവാടി. പണ്ടെന്ന് പറയുമ്പോൾ കുറേ കാലം മുന്നേ എൻ്റെ പല കസിൻസിൻ്റെയും മക്കൾ ഈ അംഗൻവാടി പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിറ്റുപോയ പറമ്പാണ്. ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന പറമ്പാണ് ഇവിടുന്ന് വിറ്റുപോയ പറമ്പുകളിൽ തന്നെ ആദ്യത്തേത്. അതെന്തിനാണെന്ന് മാത്രം എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇപ്പം കാണിച്ച കവലുണ്ടല്ലോ, അവിടെ മാമൻ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ഫൂട്ടേജ് കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഞാൻ എടുത്തിരുന്നു, പക്ഷെ കാണാനില്ല. പിന്നെ ഒരു ദിവസം കാണിക്കാം. നമ്മൾ സ്ഥലത്തെത്തി, പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് മല മേളിൽ കയറി പോകണം മാമൻ്റെ വീട്ടിലോട്ട്. ഈ റോഡൊക്കെ, അതായത് ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ബേസിക് പ്രശ്നം റോഡാണ്. എൻ്റെ രണ്ടാമത്തെ മാമൻ വരുന്നുണ്ട്, പുള്ളിയുടെ ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അങ്ങനെ പുള്ളിയോട് സംസാരിച്ച് നമ്മൾ പിന്നെ നടക്കുക. ഇത് പുലിയറ സെൻറ്റ് ജോർജ് ദേവാലയത്തിലോട്ട് പോകുന്ന വഴി തന്നെയാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് മാമൻ്റെ വീട്. ആ വഴി തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഇതൊക്കെയാണ് പുലിയറയിലുള്ള ബേസിക്, അതായത് അടുത്തടുത്ത് മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലങ്ങൾ. ഇതിനകത്തോട്ട് തുമ്പപ്പാറ ഏരിയയിലോട്ടൊക്കെ വീടുകളുണ്ട്, പക്ഷേ ഭൂരിഭാഗം വീടുകൾ അടച്ചിട്ടിരിക്കുക, ചിലത് വിറ്റുപോയി. പിന്നെ 2018 പ്രളയ സമയത്ത് 2 വീടുകളുടെ മേലെ മണ്ണിടിഞ്ഞ് വീണു. പിന്നെ പലർക്കും സർക്കാർ വേറെ സേഫായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞ് അവർ പറയുന്ന സ്ഥലത്ത് സ്ഥലം കൊടുത്തു. പലരും അങ്ങോട്ട് പോയി, പക്ഷേ പലരും പോയത് ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ വിറ്റിട്ടാണ് പോയേക്കുന്നത്. കാട് വെട്ടിയോ റോഡിലത്തെ? പൂവ് ഉണ്ടോ, എന്തോ വലുതാ. ഇത് മേളത്തെ പറമ്പിലോട്ട് പോകാനായിട്ട് മാമൻ കൊടുത്ത വഴിയാണ്. നമ്മളെന്തായാലും സ്ഥലത്തെത്തി, വീട്ടിലോട്ട് കയറുക. ഇനി അടുത്ത 2 ദിവസങ്ങൾ കൂടെ ഞാൻ അവിടെ കാണും. ബൈ.